ഹലോ ഗൈസ്, തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഞങ്ങളിന്ന് ബെൽജിയം മാലിനോസിൻ്റെ ഒരു പപ്പി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എനിക്കല്ല, വിഷ്ണുവിനാണ് പപ്പി എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് കൂടെ പോയെന്നേ ഉള്ളൂ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആകാം കേട്ടോ, കാരണം അത്രയധികം പറയുകയും കുറേ വീഡിയോസ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കും അതിനോടൊരു ഇഷ്ടമൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ചില്ലായി നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയി അമ്മ അനിയത്തിയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ കുറേ കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ പോയതുകൊണ്ട് അങ്ങ് എത്തിയതറിഞ്ഞില്ല. എൻ്റെ ഫസ്റ്റ് വ്ളോഗായത്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാലരാമപുരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഞങ്ങളിതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് അതിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ചേട്ടൻ്റെ പേര് അജു എന്നാണ്. ഞങ്ങളപ്പോൾ എത്തി ആ ചേട്ടനെ ഒന്ന് വിളിച്ചപ്പോഴേക്കും വന്ന് ഗേറ്റൊക്കെ തുറന്ന് തന്ന് പപ്പീസിനെ കാണിക്കാൻ തുടങ്ങി. ആദ്യത്തെ പപ്പി ഒരു ഫീമെയിൽ ഡോഗിനെയാണ് കാണിച്ചത്. 65 ഡേയ്സ് ആയത്. കൂട്ടത്തിലുള്ള ഏറ്റവും ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ ആദ്യമായിട്ടാണ് ഫ്രണ്ടിലോട്ട് ഇറക്കുന്നത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഡോഗ്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അവിടെ നിന്നിട്ടില്ല. ആ കൊണ്ട് ഇറക്കിയ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. ഇറക്കിയിടം തൊട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതും ബ്ലാക്ക് ഫീമെയിൽ മാലിനോസ് ആണ്. പക്ഷേ മറ്റേതിനെക്കാട്ടിലൊരു 12-14 ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതായത് ഇത്ര ആക്റ്റീവായിട്ട് ഇവർക്ക് ഓരോ ദിവസം കഴിയുന്തോറും നല്ല രീതിക്ക് അങ്ങ് വളരുന്നതും എനർജി കൂടുകയും ആക്റ്റീവ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ പുലിക്കുട്ടി ഇങ്ങെത്തിയത്. ഇവർ രണ്ടും കൂടെ വന്നപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല കൺഫ്യൂസ്ഡായി കേട്ടോ, ഏതിനെ എടുക്കണം. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓട്ടത്തിലും ചാട്ടത്തിലും ഒന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങ് ഭയങ്കര ഹൈപ്പറായിട്ട് നടക്കുമായിരുന്നു രണ്ടുപേരും. ഇവർ വന്നപ്പോഴേക്കും ഫസ്റ്റ് കാണിച്ച പപ്പിയും കൂടെ കുറച്ച് ആക്റ്റീവായി. നല്ല രസമായിരുന്നു ഇവരുടെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ നോക്കിയിരിക്കാൻ. ഒരു മിനിറ്റ് പോലും ഇവരാരും അടങ്ങിയിരുന്നിട്ടില്ല. ആകെ ഇത്തിരി പാവമായിട്ട് മാറി നിന്നത് ഇതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം കേട്ടോ. ഇവർ ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. ഇവരിത്രയും ഹൈപ്പറായിട്ട് നടക്കുന്നവരായതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ വളർത്താനാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം മാലിനോസിൻ്റെ പപ്പികളെ മേടിക്കുക. ഞങ്ങൾ ആ നിന്ന ടൈം കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതാ കേട്ടോ പറയുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ഡോഗ്സിൻ്റെ ഫാദറിനെ കാണിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഫാദർ. നമ്മൾ കാണുമ്പോൾ പേടി തോന്നിപ്പോകും. ഞങ്ങളവിടെ നിന്ന് വിറച്ച് പോയി സത്യത്തിൽ. നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര സൈസുണ്ട്. ഒരു മാടൻ പട്ടി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ സൈസും ഉണ്ട്. അതാണെങ്കിൽ നിന്നിട്ടില്ല, വന്ന ഉടനെ ഓട്ടമായിരുന്നു. ഞങ്ങളെ വന്ന് മണത്തൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്തത് പ്ലേ ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. അതിനെ ഒന്ന് അകത്ത് കയറ്റിയപ്പോഴേക്കും അടുത്ത ആളെ ഇറക്കി. ഈ കാണുന്നതല്ല കേട്ടോ, ഇപ്പം വരും. ഇതാണ് യൂറോപ്യൻ ഡോബർമാൻ. ആളിത്തിരി സീനാണ് കേട്ടോ. ഇവർ വന്ന് ഇയാളിങ്ങോട്ട് ഇറങ്ങിയിടം തൊട്ട് ഞങ്ങളവിടെ എല്ലാവരും പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് വന്ന് എന്നെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ പറയുമ്പോൾ പോലും വിറയ്ക്കുന്നുണ്ട്. അതുപോലെ പേടിയായിപ്പോയി. എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഒന്നിനും വീഡിയോയ്ക്ക് സൈസ് തോന്നിക്കുന്നില്ല. വീഡിയോ കാണുമ്പം എനിക്കറിയില്ല നിങ്ങൾക്കത് എത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അത് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ തുടങ്ങി ഏതിനെ എടുക്കണം എന്നുള്ളത്. കാരണം രണ്ടും നല്ല സ്നേഹമുണ്ട്, ഭയങ്കര ആക്റ്റീവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാളാണ് കേട്ടോ വിഷ്ണുവിൻ്റെ മനസ്സിൽ കയറിയത്. അങ്ങനെ ഇതിനെ എല്ലാവരും ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഫാദറിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇതിനൊരു തൊടലും കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഫാദർ ഇത്തിരി അഗ്രസീവാണ്. ഞങ്ങളാണെങ്കിലും ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
അത് ഷുവർ ബൈറ്റ്. അവിടെ ആദ്യം കടിച്ചത് അവരുടെ അമ്മയാണെന്നാണ് പറഞ്ഞത്. ആ വീട്ടിലെ അമ്മേനെയാണ് ആദ്യം കടിച്ചതെന്ന് പറയുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് എല്ലാവരും പേടിച്ച് തന്നെയാണ് നിന്നത്. അത് വരുന്നത് നോക്കി. ഈ കാണുന്നതാണ് ഈ ഡ്യൂറോണിൻ്റെ ഫാദർ. ഇത് നല്ല സീനായിരുന്നു കേട്ടോ. കാരണം ആ തൊടലെങ്ങാണം വിട്ടു പോയായിരുന്നെങ്കിൽ ഞങ്ങളെ ഉറപ്പായിട്ടും അത് കടിച്ചു കയറിയേനെ. ഇത് ഞങ്ങളെ നോക്കി കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ പേരൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും സമാധാനമായി. ഇനി അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനെടുത്തോണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാറിലാണ് പോകുന്നത്. പപ്പി ആദ്യം താഴെ ഇരുത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് താഴെ ഇരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മടിയിലിരുത്തി. തിരിച്ചു പോയപ്പം എൻ്റെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ട്രിവാൻഡ്രത്ത് അമ്മ ഉണ്ടായിരുന്നു. അമ്മയും കൂടെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി നാട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.